ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വല്ലാത്തൊരു ചേഞ്ച് അല്ലേ? നടത്തത്തിലും ഇരുത്തത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ടോട്ടലി ചേഞ്ച്. കാര്യം ശരി തന്നെയാ സാറേ. പക്ഷെ ഒരാൾക്ക് അങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? എന്തുകൊണ്ട് പാടില്ല? സാറേ സാറേ എന്താടോ? ഓ, പാട്ട് കേൾക്കാൻ ഒരു മിനിറ്റ് കളഞ്ഞെങ്കിൽ അത് ജീവിതത്തിലെ വലിയ നഷ്ടമാണെന്ന് പറയുന്ന കടുകട്ടി ബിസിനസ്മാൻ. പകൽ സ്വപ്നം കണ്ടാല് അത് പരമ നഷ്ടമാണെന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഒക്കെ കയ്യിന്ന് പോയി അല്ലേ സാറേ? എന്താണെന്ന് അറിയില്ലടോ. ഗാഥയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇന്ന് വരെ ഇല്ലാത്തൊരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നു. ഇന്ന് ഗാഥയായിട്ട് കുറച്ചു നേരം സംസാരിച്ചപ്പോ അതങ്ങ് വല്ലാതെ കൂടി. സത്യത്തില് എന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരുപാട് കാര്യങ്ങളെ അയാൾ തട്ടി വിളിച്ചതുപോലെ. എന്റെ പൊന്നു സാറേ, ഒരു ടച്ച്, ഒരു വീഴ്ച, ഇതെല്ലാത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണതേ. ഇപ്പൊ സാറിന്റെ ഈ മുഖം കണ്ടാലുണ്ടല്ലോ, ശരിക്കും ഒരു കാമുകന്റെയാ. പിന്നെ ഈ കോലത്തിലൊന്നും സാർ നമ്മുടെ ബിസിനസ് മീറ്റിംഗിലൊന്നും പോയി നിൽക്കില്ല കേട്ടോ. സാർ ഒരു കാര്യം ചെയ്യും, കുറച്ചു കാലം ബിസിനസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കും. വിവാഹം കഴിഞ്ഞ് സാറിന്റെ ഹണിമൂണും കഴിയട്ടെ. അത് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാ മതി. ഏയ്, അതൊന്നും ശരിയാവില്ല. അല്ല സാറേ, ഇപ്പൊ സാറിന്റെ മനസ്സിൽ ബിസിനസ് ആണോ അതോ ഗാഥാമാടോ ആണോ ഒരല്പം മുന്നില്? എടോ, താൻ എന്നെ കുഴപ്പിക്കല്ലോ. ഇപ്പൊ രണ്ടും ഒപ്പ. അത് പറ. അപ്പൊ ഗാഥാമാടോ ഓടിക്കേറി. ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചാ സാറ് പറയും ഗാഥയാണ് നമ്പർ 1, അതിനേക്കാൾ ഒരുപാട് ഒരുപാട് താഴെയാണ് ബിസിനസ് ഒന്ന്. എടോ, ആക്സിഡന്റിന് ശേഷമുള്ള ഗാഥയെ വേണമെങ്കിൽ ഗാഥ 2.0 എന്ന് വിളിക്കാം. വല്ലാത്തൊരു ചേഞ്ച് അല്ലേ? നടത്തത്തിലും ഇരുത്തത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ടോട്ടലി ചേഞ്ച്. കാര്യം ശരി തന്നെയാ സാറേ. പക്ഷെ ഒരാൾക്ക് അങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? എന്തുകൊണ്ട് പാടില്ല? താൻ കേട്ടിട്ടില്ലേ, ചിലർ ആക്സിഡന്റിന് ശേഷം വേറൊരു വ്യക്തിയെ പോലെ പെരുമാറുന്നതൊക്കെ? അത് കയ്യിന്ന് പോയാലല്ലേ സാറേ? ഗാഥമാടത്തിന് ഇനി അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ? ഇല്ലടോ മാണിക്കുഞ്ഞ്, ഈ ഹോസ്പിറ്റലുണ്ടല്ലോ, വല്ലാത്തൊരു സംഭവം. ഹോസ്പിറ്റലും പോലീസ് കസ്റ്റഡിയുമാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ സമയം കണ്ടെത്തുന്നത്, തിരുത്താൻ സമയം കണ്ടെത്തുന്നത്. ചിലപ്പോ നമ്മുടെ തറവാടിനിണങ്ങുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് മാറണമെന്ന് കഥയ്ക്ക് ആശുപത്രിവാസം കൊണ്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഗാഥ നടത്തുന്നതെങ്കിലോ? അങ്ങനെയാവും അല്ലേ സാറേ? ആയിരിക്കോടോ. അമ്മയെ അയാൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, മുത്തശ്ശി അയാൾക്ക് ഇഷ്ടമാണ്. നമ്മുടെ തറവാടിന്റെ രീതികളോടും ബഹുമാനവും. അപ്പോ സ്വാഭാവികമായിട്ട് കളരിക്കിലേക്ക് എത്തുന്നത്
പുതിയൊരു ഗാഥയായിട്ടായിരിക്കും. എല്ലാം കൊണ്ടും കളരിക്കൽ തറവാടിന് യോജിച്ച, എനിക്ക് യോജിച്ച പുതിയൊരു ഗാഥയായിട്ട്. ഞാൻ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേ? ഇതെന്താ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിൽ വരുന്നേ? നാണം തോന്നുന്നു. എന്താ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. എന്താണ്? എനിക്കൊന്നുമില്ല. ഒന്നുമില്ലാന്നൊന്നും പറയണ്ട. എന്തോ ഒരു കുഴപ്പം പിടിച്ച ചിന്ത മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. എന്താ മോളെ, അഭിനയിക്കാൻ പോയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോ? സുനന്ദേച്ചിക്ക് ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. വീണ്ടും വീണ്ടും മനസ്സിൽ വരുന്ന ആ രംഗം ഏതാന്ന് എനിക്ക് മനസ്സിലായി. ആ ചെക്കനെ കെട്ടിപ്പിടിച്ച് വീണതല്ലേ? പെൺകുട്ടികളുടെ മനസ്സ് അങ്ങനെയാ. ആദ്യമായിട്ട് തൊടുന്ന പുരുഷൻ അവരുടെ മനസ്സിൽ നിന്ന് പോവില്ലെന്നേ. അയ്യേ, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനെ മനസ്സിന് സുഖിച്ചിട്ട് ഓർത്തതൊന്നുമല്ല. അങ്ങനെ സംഭവിച്ചു പോയതില് എനിക്ക് അറപ്പായിട്ടാ. പിന്നെ പിന്നെ ഒരാളുടെ മുഖത്തെ വെറുപ്പും അറപ്പൊക്കെ കണ്ടാലേ എനിക്കത് തിരിച്ചറിയാനൊന്നും പറ്റില്ലല്ലോ. സുനന്ദേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആ ചെക്കൻ മനസ്സിലെങ്ങാനും കയറി പറ്റിയോ? അയ്യേ, അയാളോ? ഞാൻ പറഞ്ഞല്ലോ അയാളെ പറ്റി. നാട്ടിലെനിക്ക് അസലായിട്ട് പണി തന്ന ആളാ. അയാൾക്കെന്റെ മുഖം തിരിച്ചറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അറിയാമായിരുന്നെങ്കിൽ അതേ മുകളിൽ ഒരുത്തി മുന്നിൽ വന്ന് നിൽക്കുമ്പോ അയാൾക്ക് മനസ്സിലാവായിരുന്നില്ലേ?